എന്നോട് പേഴ്സണലി മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ 30s എത്തുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരു എക്സ്ട്രാ കെയർ വേണമെന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ. അത് ശരിക്കും ശരിയാണെന്നുള്ളത്. ആക്ച്വലി നമ്മൾ 30s എത്തുമ്പോഴായിരിക്കും നമ്മുടെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ സ്ലോ ഡൗൺ ആവുന്നത്. ചെറിയ ചെറിയ ചുളിവുകൾ, പിഗ്മെന്റേഷൻസ്, സ്കിന്നിൻ്റെ ഗ്ലോ കുറയൽ, ഇതെല്ലാം നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആവാൻ തുടങ്ങും. നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ കണ്ടന്റ് പെട്ടെന്ന് ലോസ് ആവും. ഇത് മാത്രമല്ല, കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസും പഫ്നെസ് ഒക്കെ കണ്ടു തുടങ്ങും. ആക്ച്വലി ഇങ്ങനെയുള്ള ഏജിങ് സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങുമ്പോഴാണ് നമ്മൾ പലരും ആൻറ്റി ഏജിങ്ങിനെ കുറിച്ചും നമ്മുടെ സ്കിൻ കെയറിനെ കുറിച്ചും ചിന്തിക്കുന്നത് പോലും. ആക്ച്വലി 30s എന്നല്ല, അതിന് മുന്നേ തന്നെ നമ്മുടെ സ്കിൻ കെയർ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാം. ക്വിക്കായിട്ട് ഫിക്സ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് അടങ്ങിയ പ്രൊഡക്റ്റുകൾ ഓപ്റ്റ് ചെയ്യുന്നതിന് പകരം നാച്ചുറൽ റെമഡീസ് നമുക്ക് ചൂസ് ചെയ്യാം. ഇരട്ടി മധുരം, മഞ്ചിഷ്ട, രക്തചന്ദനം ഇങ്ങനെയൊക്കെയുള്ള പച്ചമരുന്നുകൾ അടങ്ങിയ ഓയിൽസ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ്റെ ഒരു പാർട്ടാക്കാം. നമ്മുടെ സ്കിന്നിൽ നാച്ചുറൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 8 മണിക്കുള്ള ഉറക്കം അത് മസ്റ്റാണ്. നമ്മുടെ സ്കിന്നെ എപ്പോഴും ഒരു ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ നമ്മുടെ ഡയറ്റിൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള, എസ്പെഷ്യലി വൈറ്റമിൻ സിയും മിനറൽസും അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ സ്കിൻ കെയറിനെ കുറിച്ച് ഓർത്ത് വേറെ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിരിക്കും. റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അറിയിക്കണം കേട്ടോ.